എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. കുട്ടനാടൻ തട്ടുകടയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചീസ് ബ്രെഡ് ടോസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗാർലിക് ചീസ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പം ഞാനിവിടെ അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. ചീസും നമ്മളിതുകൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഞാനിതൊരു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടറിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. നിങ്ങളുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ബട്ടറിൻ്റെ അളവ് കൂട്ടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 പീസ് ബ്രെഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നല്ലൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ പ്രസ് ചെയ്തൊരു പേസ്റ്റ് പോലെ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെക്കാം. നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ്, എല്ലാ ബ്രെഡിൻ്റെയും ഒരു സൈഡ് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ 2 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ടോസ്റ്റ് ആവാൻ പാടില്ല. ഒരു ചെറിയ മീഡിയം സൈസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ടോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഏകദേശം ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം നമുക്ക് ഇതുപോലെ ഒരു സൈഡ്, സിംഗിൾ സൈഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒരേപോലെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഒത്തിരി കൂട്ടി വെക്കാൻ പാടില്ല. തീ കൂട്ടി വെച്ചാൽ ബ്രെഡൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ തീ നമ്മൾ മാക്സിമം കുറച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം നമ്മൾ സിംഗിൾ സൈഡായി ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ടോസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഈ ചീസ് നമുക്ക് നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ചീസ് എല്ലാ ബ്രെഡിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൈഡിലാണ് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നന്നായി നമുക്ക് ചീസ് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൽ മൊത്തം നമ്മൾ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്രെഡിൻ്റെയും നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൈഡിലാണ് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ 2 ബ്രെഡുകൾ ചേർത്ത് ഒറ്റ ബ്രെഡ് ആക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ബട്ടർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ 2 ബ്രെഡുകൾ ചേർത്ത് വെച്ച് ഒറ്റ ബ്രെഡ് പോലെ ആക്കിയെടുക്കാം. അതുപോലെ ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 3 പീസ് കിട്ടും. അങ്ങനെ നമുക്ക് ബ്രെഡുകളെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് ഒറ്റ പീസാക്കാം. ഇതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ബട്ടർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മളുടെ ബ്രെഡെല്ലാം നമുക്ക് ഇതുകൂട്ട് ഒരുമിപ്പിച്ച് ഒരു പീസ് പോലെ ആക്കിയെടുക്കാം. എല്ലാം ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഓരോ ബ്രെഡിൻ്റെയും ഓരോ സൈഡിലാണ് നമ്മൾ തേക്കുന്നത്. മറ്റേ സൈഡിൽ നമ്മളിപ്പോൾ തേക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഗാർലിക് പേസ്റ്റ് നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെയും ഓരോ സൈഡ് നമ്മൾ ഇതുകൂട്ട് ബട്ടർ ഗാർലിക് പേസ്റ്റ് തേച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ബ്രെഡിലും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗവിലേക്ക് നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ബട്ടർ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടതിന് ശേഷം ഇത് ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ്, അതായത് നമ്മൾ അടിവശത്താണ് നമ്മളിത് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് വരുന്ന രീതിയിൽ നമുക്കിതിലേക്ക് പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ മാക്സിമം കുറച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മുടെ ബാക്കി നമ്മുടെ ഗാർലിക് ബട്ടർ പേസ്റ്റ് കൂടെ നമുക്ക് പുരട്ടി കൊടുക്കാം.
ഇതുപോലെ ഒരു 2 സ്പൂൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ബ്രെഡിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ പാനിലിട്ട് തന്നെ നമുക്ക് നമ്മുടെ പേസ്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം 1 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് തിരിച്ചിടാം. നമ്മളിവിടെ തിരിച്ചിടുകയാണ്. നമ്മുടെ ബ്രെഡ് ഏകദേശം കുക്കായിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ മറ്റു സൈഡും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ 2 സൈഡും നമുക്ക് കുക്കാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെയും നമുക്ക് ഇതുകൂട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രെഡും നമ്മൾ കുക്ക് ചെയ്യുമ്പം അതിനനുസരിച്ച് ഓയിലോ ബട്ടറോ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വീണ്ടും കുറച്ചുകൂടെ നമ്മൾ ബട്ടർ പുരട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ബ്രെഡ് നമ്മൾ ഇതുപോലെ തന്നെ ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. തീ മാക്സിമം കുറച്ച് വെച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 3 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ സാധനം എല്ലാം കുക്കായിട്ടുണ്ട് ഓൾറെഡി. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തൊരു 3 പീസ് പോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുകൂട്ട് സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനും കഴിക്കാനുള്ള എളുപ്പത്തിനും ഒക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേജ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രെഡ് നമുക്ക് ഇതുകൂട്ട് നമ്മൾ കട്ട് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചീസ് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചീസ് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമ്മൾ കാണുന്നത് വരെ ഗുഡ് ബൈ.